സുശീല ടീച്ചറെ, ഒരാഴ്ച സ്കൂൾ കായികമേള എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല വെയിലായിരുന്നല്ലയോ? കറുത്തു പോയല്ലോ. സുശീല ടീച്ചറെ, ടീച്ചറിനെ കുറിച്ച് കുട്ടികൾക്കെല്ലാം ഭയങ്കര പരാതിയാണല്ലോ. അതിന് സാറ് നിരക്കേണ്ട കാര്യം എന്തുവാ? അയ്യോ, ടീച്ചർ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? പ്രസന്ന ടീച്ചർ ലീവായ സ്ഥിതിക്ക് പ്രിൻസിപ്പാളിന്റെ ചുമതല എനിക്ക്. അപ്പൊ പിന്നെ പിള്ളേർ പരാതി പറയുന്നത് എന്നോടല്ലയോ? അപ്പൊ അത് ഞാൻ വന്ന് അന്വേഷിക്കേണ്ട ചുമതല എനിക്കില്ലയോ? എന്താ ടീച്ചറെ? അല്ല, ഈ ഇരിക്കുന്ന എല്ലാ ടീച്ചർമാരും ഓണപരീക്ഷയ്ക്കുള്ള പോഷൻ ഒരുവിധം തീർത്ത്, ടീച്ചർ ഒഴിച്ച് എല്ലാ ക്ലാസ്സിലെ കുട്ടികളും എന്ന് പറയാം കണക്കിന്റെ പോഷൻ തീർന്നില്ലെന്ന്. എന്തുവാ ടീച്ചറിന്റെ ഉദ്ദേശം? എനിക്ക് തീർക്കാൻ സൗകര്യമില്ല, അതാ എന്റെ ഉദ്ദേശം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ടീച്ചറെ? പിള്ളേർക്ക് പരീക്ഷ എഴുതുന്നുണ്ടായോ? അവര് പരീക്ഷ എഴുതിക്കോളും, അവരെല്ലാം ട്യൂട്ടോറിയലും ട്യൂഷനൊക്കെ പോകുന്നേ, അങ്ങനെ എഴുതിക്കോളും. അപ്പൊ ടീച്ചറിന് ഉത്തരവാദിത്വം ഒന്നും ഇല്ലയോ? ഉത്തരവാദിത്വം കഴിഞ്ഞ ആഴ്ച കായികമേള എന്ന് പറഞ്ഞ് എന്റെ ഒരിടത്ത് കൊണ്ടിട്ടല്ലോ. ഏതെങ്കിലും ഒരു ദിവസം ഇവിടെ ഏതെങ്കിലും ടീച്ചറിനെ എനിക്ക് പകരം അവിടെ വെച്ചോ? എന്റെ എത്ര പീരീഡ് ആണെന്നറിയാമോ ഒരാഴ്ച പോയത്? എന്നിട്ട് ഞാൻ പഠിപ്പിച്ച് തീർക്കുന്നില്ലെന്ന്. അതൊക്കെ അങ്ങനെ പഠിപ്പിച്ച് തീർന്നൊരു സ്പെഷ്യൽ ക്ലാസ് എടുത്ത് പഠിപ്പിക്കണം. എന്താ സ്പെഷ്യൽ ക്ലാസ് എടുത്ത് തീർക്കാൻ എനിക്ക് സൗകര്യമില്ല. റെഗുലർ ക്ലാസ് തീർന്നത്ര തീർന്നാ. ടീച്ചറെ, എനിക്ക് ഒന്നേ പറയാനുള്ളൂ, പരീക്ഷയ്ക്ക് മുമ്പ് എങ്ങനെയെങ്കിലും പോഷൻ തീർക്കണം. തീർക്കാം, പക്ഷെ ഒരു കണ്ടീഷൻ. ഇനിയുള്ള എല്ലാ PT പീരീഡും ഞാൻ എടുക്കും. അങ്ങനെ സ്പെഷ്യൽ ക്ലാസ് കൂടെ വെച്ച് എല്ലാ ക്ലാസ്സിലെ പോഷൻ ഞാൻ തീർക്കും. സാറിന് സമ്മതമാണോ? ടീച്ചറെ, അതൊന്നും നടക്കത്തില്ല. നടക്കത്തില്ലയോ? നടക്കണ്ട. എന്തായാലും അടുത്ത ആഴ്ച ലീവ് എടുക്കാൻ ഞാൻ തീരുമാനിച്ചു. ഇനി ലീവ് എടുക്കാതെ പഠിപ്പിച്ച് പോഷൻ തീർക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ കണ്ടീഷൻ സാർ സമ്മതിക്കണം. ടീച്ചറെ, ഇതിനകത്ത് സംസാരമൊന്നുമില്ല. PT പീരീഡ് എനിക്ക് കിട്ടിയാൽ ഞാൻ പഠിപ്പിച്ച് തീർക്കും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, പരീക്ഷ സമയത്ത് സാറ് കുട്ടികളെ കൊണ്ട് ഗ്രൗണ്ടിൽ പോയിക്കോ. സാറ് ചെന്നോട്ടെ.